കൂൺ അഥവാ മഷ്റൂം ദുർബലമായ രോഗപ്രതിരോധ ശേഷിക്ക് നല്ലതാണെന്ന് പറയുന്നത് എന്താ എന്ന് നിങ്ങൾക്ക് അറിയാമോ? രോഗപ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. കൂണിൽ ധാരാളമായി കാണപ്പെടുന്ന ഒരു സജീവ ഘടകമാണ് ബീറ്റാഗ്ലൂക്കൻസ്. ഇത് രോഗപ്രതിരോധ സംവിധാനത്തിലെ പ്രധാന കോശങ്ങളായ മാക്രോഫേജ്, ടിസെല്ലുകൾ, നാച്ചുറൽ കില്ലർ സെല്ലുകൾ എന്നിവയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇതുമൂലം ദുർബലമായ ഒരു രോഗപ്രതിരോധ ശേഷി കൂടുതൽ ശക്തമാകുന്നു. ശക്തമായ ആന്റിഓക്സിഡന്റുകൾ. കൂണുകൾ ശക്തമായ ആന്റിഓക്സിഡന്റുകളാൽ സമ്പന്നമാണ്. ഇതിലെ സെലിനിയം എന്ന ധാതു കോശങ്ങളെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ പല ആന്റിഓക്സിഡന്റ് എൻസൈമുകളുടെയും നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇതിലെ പോളിഫെനോളുകളും ശരീരത്തിലെ ദോഷകരമായ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുന്നു. വിറ്റാമിനുകളും മിനറലുകളും. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങൾ കൂണിൽ അടങ്ങിയിരിക്കുന്നു. ഇതിൽ നല്ലൊരളവിൽ വിറ്റാമിൻ ഡി, വിറ്റാമിൻ ബി കോംപ്ലക്സ്, സിങ്ക്, സെലിനിയം, കോപ്പർ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഈ പോഷകങ്ങൾ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ സാധാരണ പ്രവർത്തനത്തിനും ശരീരത്തിൽ ടി സെല്ലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. രോഗാണുനാശക ശേഷി. പല കൂണുകൾക്കും പലതരം ബാക്ടീരിയകൾ, വൈറസുകൾ എന്നിവയ്ക്കെതിരെ പോരാടാനുള്ള കഴിവുണ്ട്. ഷീറ്റേക്ക് പോലുള്ള കൂണുകൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നതിന് ആവശ്യമായ ആന്റിബയോട്ടിക്കുകൾ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തെ സഹായിക്കുന്നു. പ്രീബയോട്ടിക് ഫലം. ആരോഗ്യമുള്ള ഒരു ദഹനവ്യവസ്ഥ ശക്തമായ രോഗപ്രതിരോധ ശേഷിക്ക് അത്യന്താപേക്ഷിതമാണ്. കൂണിലെ പോളിസാക്കറൈഡുകൾ കുടലിലെ ഗുണകരമായ ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും ദഹനവ്യവസ്ഥയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. പ്രത്യേക ശ്രദ്ധയ്ക്ക്. എല്ലാത്തരം കൂണുകളും കഴിക്കുന്നത് ശരീരത്തിന് ഒരുപോലെയല്ല. പലതരം കൂണുകളുണ്ട്. ഭക്ഷ്യയോഗ്യമായ കൂണുകൾ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിനായി ഷീറ്റേക്ക്, ലയൺസ് മെയിൻ, റീഷി തുടങ്ങിയ കൂണുകൾ കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.